എന്റെ നമ്പർ ഗൂഗിൾ പേ നമ്പറാണോ? ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ റിഞ്ചു വെച്ചൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ പലർക്കും വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴ് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പം യാതൊരു വഴിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബാഗും കുറെ ബുക്കും എല്ലാം കൊണ്ട് ഒരു 10,000 രൂപയുടെ കിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിപ്പോൾ എൻ്റെ നമ്പർ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒന്ന്, അച്ഛൻ്റെ നമ്പർ ഗൂഗിൾ പേ നമ്പറാണോ, ഞങ്ങൾ അതിലേക്ക് അങ്ങ് അയക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ അയക്കാറുണ്ട്. ഈ 2 പേർക്കുമുള്ള മറുപടിയാണ് ഇന്ന് ചെയ്തത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ അതിനുള്ള മറുപടി കൂടിയാണ്. എന്റെ നമ്പർ ഗൂഗിൾ പേ നമ്പറാണ് 94 96 32 14 55 എന്നുള്ള എന്റെ നമ്പർ ഗൂഗിൾ പേ നമ്പറാണ്. എനിക്ക് ഒരു നമ്പറേ ഉള്ളൂ. പിന്നെ ഒരു നമ്പർ ഉള്ളത് ഒരു ജിയോ നമ്പറാണ്. അത് ആർക്കും അറിയില്ല, എന്റെ ഫാമിലിയിൽ പോലും അറിയില്ല. അത് നെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം, ഒരെണ്ണം BSNL ആയതുകൊണ്ട് മറ്റേതിന് വേണ്ടി മാത്രം അത് വെച്ചിരിക്കുന്നതാണ്. അതൊരു കാരണവശാലും ചെയ്യില്ല. പിന്നെ എപ്പോഴും അത് ഉപയോഗിക്കുന്ന വെച്ചാൽ ഒരുപക്ഷെ സ്കൂളിൽ കുട്ടികൾ ചെയ്യുന്ന ബുദ്ധിപരമായ ഒരു നീക്കമുണ്ട്. ഞാൻ നല്ലപോലെ എൻ്റെ കുട്ടികൾ പഠിച്ചേ പറ്റൂ, അതിന് ഓപ്ഷൻ ഒന്നുമില്ല, പഠിച്ചേ പറ്റൂ, വേറെ എന്തിനും ഞാൻ എന്ത് കൊടുക്കും, പഠിത്തന കാര്യം. അപ്പം ഞാൻ ഇവരുടെ പേരൻസിനെ വിളിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പേര്, എൻ്റെ ഒറിജിനൽ നമ്പർ, ഞാൻ വിളിക്കുന്ന നമ്പർ സേവ് ചെയ്തിട്ട് അതങ്ങ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് വിളിച്ചാൽ അവരെ കിട്ടത്തില്ല. അപ്പം ഞാൻ ടെമ്പററി ചിലപ്പോൾ സെക്കൻഡ് സിമ്മിൽ നിന്ന് വിളിക്കും എന്നുള്ളത്. അപ്പം എനിക്കൊരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നമ്പർ ഗൂഗിൾ പേ നമ്പറാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയി എന്റെ ട്രാൻസാക്ഷൻ നടത്തണം. അതുപോലെ തന്നെ എന്റെ പുസ്തകം വിൽക്കുമ്പോൾ 9 പുസ്തകം എഴുതിയ ഒരാളാണ്. ഈ പുസ്തകം വിൽക്കുമ്പോൾ അതിന്റെ പൈസ ഗൂഗിൾ പേയിലൂടെ വരും. എന്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ചെലവ് ചെയ്യുമ്പോൾ അതിനൊക്കെയുള്ള ക്രമീകരണത്തിന് വേണ്ടിയൊക്കെ ഞാൻ ആ നമ്പർ തന്നെ ഉപയോഗിക്കും. പക്ഷേ ഒരു കാരണവശാലും എന്തെങ്കിലും രീതിയിലുള്ള സഹായം കൊടുക്കുന്നതിന് എന്റെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ആരോടും. എന്റെ അനുവാദം കൂടാതെ ആരെങ്കിലും എനിക്ക് അയക്കുകയാണ് എങ്കിൽ ഞാൻ അവരോട് അന്നേരം തന്നെ മെസ്സേജ് കൊടുക്കാറുണ്ട്, ഇനി മേൽ ഇങ്ങനെ ചെയ്യരുത്. എന്റെ ഗൂഗിൾ പേ അതിനുള്ളതല്ല. എന്റെ IT ഫയൽ ചെയ്യുന്ന, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന അക്കൗണ്ടുമായി ക്ലബ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്റെ ഗൂഗിൾ പേ നമ്പർ. ആ ഗൂഗിൾ പേ നമ്പർ മറ്റൊന്നിനും ഉപയോഗിക്കാനുള്ളതല്ല. എന്റെ അക്കൗണ്ടിൽ വരുന്ന ഇൻകം എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാനുള്ളതാണ്. വേറെ ഒരു ഇൻകം അതിനകത്ത് വരേണ്ട ആവശ്യമില്ല, ആരും അയക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 രൂപ പോലും അയക്കാൻ ഞാൻ ആരോടും പറയാറുമില്ല. എനിക്ക് ചിലർക്ക് അയച്ചു തരാറുണ്ട്. അവർക്ക് ഞാൻ വീണ്ടും തിരിച്ച് ഇത് ഇന്ന ആൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അറിഞ്ഞതിന്റെ കാരണം വേറൊന്നുമല്ല. ഇപ്പൊ വളരെ ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയിരുന്നാലും ഒരു കാരണവശാലും എന്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് അത് അയക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ചെയ്യാൻ ഇടയാകരുത്. നിങ്ങൾ ആർക്ക് എന്ത് ചെയ്യണമെന്നാകും. ഇന്ന് തന്നെ ഇപ്പൊ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു 3000 രൂപ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു, ആർക്ക് അച്ഛന്റെ ഗൂഗിൾ പേ നമ്പർ തരാമോ, അല്ലെങ്കിൽ അച്ഛന്റെ അക്കൗണ്ട് നമ്പർ തരാമോ? ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. നീ നിന്റെ കയ്യിൽ 3000 രൂപ വരുമ്പോൾ നീ എന്നോട് പറയുക. കൃത്യമായി കൺസേൺഡ് ആളുകളുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡും നിനക്ക് വരും. ആ ആളിന് നീ അങ്ങ് അയച്ചു കൊടുത്തേച്ചാൽ മതി, അവർക്ക് അത് കിട്ടും. അടുത്ത മാസമാകുമ്പോൾ നീ വീണ്ടും നിന്റെ പൈസ ആകുമ്പോൾ നീ എന്നോട് പറഞ്ഞാൽ കൃത്യമായിട്ട്. കാരണം നമുക്ക് വളരെ നല്ല ഒരു ഉദ്ദേശമാണുള്ളത്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്റെ നമ്പർ ഉപയോഗിക്കാം. അത് വാട്സപ്പ് ആയിട്ടോ വേറെ എന്തൊക്കെയോ എനിക്കറിയില്ല, ഏതാണ്ടൊക്കെയോ ഉണ്ട്. വാട്സപ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിന് മറുപടി മെസ്സേജും ഒക്കെ എനിക്ക് അയക്കാം, ഒരു വിരോധമില്ല. പക്ഷെ അതൊരിക്കലും ഒരു ഗൂഗിൾ പേ നമ്പറായി നിങ്ങൾ ആരും ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അത് വളരെ കൃത്യമായി എനിക്കറിയാവുന്നവർ മാത്രം എനിക്ക് തരാനുള്ള, ഞാൻ പറഞ്ഞ പോലെ എന്റെ എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ എന്റെ പുസ്തകത്തിന്റെ ഇത് ഒക്കെ വരുന്ന സമയത്ത് അതിലൂടെ വരുന്ന ഇൻകത്തിന് മാത്രമുള്ളതാണ്. ആ പൈസ എനിക്കുള്ളതുമാണ്, എന്റെ ഫാമിലി. അതിനകത്തൊരു ദശാംശം വല്ലതും മാത്രമേ ഞാൻ മാറ്റി വെക്കാറുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും, എല്ലാ പിന്തുണയ്ക്കും നന്ദി. കാരണം ഗൂഗിൾ പേയിൽ കൂടി പൈസ അയക്കുന്നവർ പോലും എന്നെ അത്ര വിശ്വസിക്കുന്നുണ്ട്. അതിനെല്ലാം നന്ദിയുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ദൗത്യം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് സമയമാകുമ്പോൾ എന്റെ കോൺട്രാക്ടർമാരുടെയോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
ആരുടെയെങ്കിലോ കൺസേൺഡ് നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അതിലേക്ക് മാത്രം ഉപയോഗിക്കാൻ ഇടയാകട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.